നമ്മൾ ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും കണ്ടിട്ടുള്ളത് ആ കാണുന്ന ആളുടെ മൂക്കിന്ന് ചോര വരും, കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബ്ലഡ് ക്യാൻസർ എന്ന് പറയും. ശരിക്കും ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ വരുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാ മനസ്സിലാവുക ദിസ് ക്യാൻ ബി ബ്ലഡ് ക്യാൻസർ എന്നുള്ളത്? ബ്ലഡ് ക്യാൻസർ സിനിമ പലതും നല്ലതും തന്നിട്ടുണ്ട്, പല ഇതുപോലത്തെ കുറേ മിസ്കൺസെപ്ഷൻസും തന്നിട്ടുണ്ട്. ഇത് എക്സ്ട്രീം കേസസിൽ അങ്ങനത്തെ സിംറ്റംസ് വരാം. പക്ഷേ മെജോറിറ്റി ടൈംസിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ക്യാൻസർ മാത്രമല്ല, ഏത് ക്യാൻസർ ആണെങ്കിലും പെട്ടെന്ന് വെയിറ്റ് കുറയുന്ന ഒരു റെഡ് ഫ്ലാഗ് ആണ്, ഒരു കോമൺ സിംറ്റം ആണ് അല്ലേ. പിന്നെ പനി, ഒരു ലോ ഗ്രേഡ് ഫീവർ കാണും, വിട്ടുമാറുന്നില്ല, പല ഡോക്ടേഴ്സിനെ കാണിക്കുന്നു, ശരിയാകുന്നില്ല. പിന്നെ അനാവശ്യമായിട്ട് വേർക്കുന്നത്, പല ആൾക്കാർക്കും രാത്രി കിടന്നു കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന പില്ലോ ഒക്കെ നനഞ്ഞിരുന്നായിട്ട്, ഇതൊക്കെ ഡെഫിനറ്റീവ് തുടക്കത്തിൽ വരുന്ന സൈൻസ് ആണ്. ആൻഡ് ഈ ബ്ലഡ് ക്യാൻസറിനകത്ത് ബാധിക്കുന്നത് ഹീമോഗ്ലോബിൻ ബാധിക്കും, പ്ലേറ്റ്ലെറ്റ് ബാധിക്കും, വെളുത്ത രക്താണുക്കൾ ബാധിക്കും. അപ്പം അത് കുറയുന്നുണ്ടെ വരുന്ന പ്രശ്നങ്ങളും വരാം. സോ ക്ഷീണം, ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ട്, കിതപ്പ് വരാം, ക്ഷീണം വരാം. പ്ലേറ്റ്ലെറ്റ് കുറയുന്നുണ്ട്, ചിലപ്പം കരിനീലിച്ച് പാടുകൾ ശരീരത്തിൽ വരാം. അതിൻ്റെ എക്സ്ട്രീം കേസസ് ആണ് ഈ ബ്ലീഡിങ് ഇങ്ങനെ ഒഴുകുന്നത്. അത് വരണമെന്നില്ല. ആൻഡ് വെളുത്ത രക്താണുക്കൾ കുറഞ്ഞാലോ കൂടിയാലോ വരുന്ന പ്രശ്നങ്ങളാണ് ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിക്കുന്നത്. അതാണ് സാധാരണ പനി വിട്ടുമാറാതെ വരുന്നത്. സോ ഇതാണ് യൂഷ്വൽ കോസസ്. പക്ഷേ കോമൺലി അക്രോസ് ക്യാൻസേഴ്സ് വെയിറ്റ് ലോസ് ഒരു ഡെഫിനറ്റ് റെഡ് ഫ്ലാഗ് ആണ്. മനസ്സിലായി. ഇപ്പം യൂഷ്വലി എല്ലാ ക്യാൻസറിനും ഇപ്പം എവിടെ ക്യാൻസർ വന്നാലും ആ ഭാഗം റിമൂവ് ചെയ്യലാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെയാണ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റിൽ പോവുക. ബ്ലഡ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ബ്ലഡ് ക്യാൻസർ എന്ന് പറയുമ്പം ആൾക്കാരുടെ ധാരണ ലുക്കീമിയ എന്നാണ്. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ, ലുക്കീമിയ ഈക്വൽ ടു ബ്ലഡ് ക്യാൻസർ. അതെ, അങ്ങനെയാണ് പറയാം. പക്ഷേ ബ്ലഡ് ക്യാൻസറിനകത്ത് തന്നെ സർട്ടൻ സബ് കാറ്റഗറീസ് ഉണ്ട്. സോ ഇതിനകത്ത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ളത് മൈലോമ, ലിംഫോമ, അതിന് ശേഷമാണ് ലുക്കീമിയാസ് വരുന്നത്. സോ ഈ ഫിലിമിൽ കാണിക്കുന്ന രീതി പറഞ്ഞതൊക്കെ മോസ്റ്റ്ലി അതൊരു ലേറ്റർ സ്റ്റേജ് ഓഫ് ഡയഗ്നോസിസ്, ലേറ്റർ സ്റ്റേജ് ഓഫ് ലുക്കീമിയാസ് ആണ് അവർ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ വേറൊരു മിസ്കൺസെപ്ഷൻ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതൊക്കെ പണ്ട് കാലത്തെ സ്റ്റോറീസ് ഇൻ സം സെൻസ് അത് ട്രൂ ആണ്, അത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. അതിനുശേഷം ലോകം കുറേ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ന്യൂവർ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. സോ അതൊക്കെ ആ പാരഡൈം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. സോ നമ്മുടെ ബ്ലഡ് ക്യാൻസറിനകത്ത് മൈലോമയുടെ സിംറ്റംസ് പറയുകയാണെങ്കിൽ ബോണി പെയിൻ ആയിരിക്കും, ഹിപ്പ് പെയിൻ ആയിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ ക്ഷീണം, അനീമിയ കാരണം ക്ഷീണം വരാം. ലിംഫോമയാണെങ്കിൽ അതൊരു ലിംഫ് ഗ്രന്ഥികളുടെ അസുഖമാണ്. സോ അതിനകത്ത് സ്വെല്ലിങ്സ് വരാം ബോഡിക്കകത്ത്. സോ കഴുത്തിലാവാം, അല്ലെങ്കിൽ ബോഡിക്കകത്ത് വേറെ ഭാഗത്ത് സ്വെല്ലിങ്സ് എന്ന രീതിയിൽ വരാം. ലുക്കീമിയയുടെ സിംറ്റംസ് ആണെങ്കിൽ അത് ലുക്കീമിയ നമ്മുടെ സെൽസിനൊക്കെ ഡിക്രീസ് ചെയ്യുമ്പോൾ വരുന്ന സിംറ്റംസ്. HB കുറയുമ്പം അനീമിക് സിംറ്റംസ് വരാം, പ്ലേറ്റ്ലെറ്റ് കുറയുമ്പം പറഞ്ഞ രീതിയിൽ ബ്ലീഡിങ് എന്ന രീതിയിൽ പ്രസൻറ്റ് ആവാം. സോ ഇതൊക്കെയാണ് കോമൺ സിംറ്റംസ്. സോ ഈ വെയിറ്റ് ലോസ്, ഫീവർ വരിക, ഇതൊക്കെ നമ്മൾ ബി സിംറ്റംസ് എന്നാണ് പറയുന്നത്. സോ ഈ ബി സിംറ്റംസ് വരുമ്പോൾ തന്നെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലേറ്റർ സ്റ്റേജിലോട്ട് പോകുന്ന മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാം. ഏർലി ഡിറ്റക്ഷൻ പോസിബിൾ ആവും. ഇപ്പം ഈ പറഞ്ഞ 3 ക്യാൻസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ ലുക്കീമിയയും മൈലോമിയും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? സോ നമ്മുടെ ബ്ലഡ് ക്യാൻസർ ഓർ ക്ലിനിക്കൽ ഹെമറ്റോളജിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന എല്ലാ ക്യാൻസേഴ്സിൻ്റെയും ഒറിജിൻ എന്ന് പറയുന്നത് സ്റ്റെം സെൽ, നമ്മുടെ ബോൺ മാരോയ്ക്കകത്തുനിന്ന് സ്റ്റെം സെൽ. ഈ സ്റ്റെം സെൽസ് ആണ് സെൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്കകത്ത് എല്ലാ സ്റ്റെം സെൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ചില പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞ ചില സെൽസ് ഉണ്ട്. നോർമലി നമ്മുടെ ബോഡിക്കകത്ത് ഉള്ളതാണ്, അത് നമ്മുടെ ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ്. അതിൻ്റെ ഒരു അബ്നോർമൽ ഗ്രോത്ത് ബോൺ മാരോയ്ക്കകത്ത് വരുമ്പം അതാണ് മൾട്ടിപ്പിൾ മൈലോമയായിട്ട് വരുന്നത്. അതിൻ്റെ പ്രസൻറ്റേഷൻ ബ്ലഡ് കുറയുന്നതാവാം, കാൽഷ്യം കൂടാം, കിഡ്നിയുടെ ഫംഗ്ഷൻ കുറയാം, അല്ലെങ്കിൽ ബോണിനകത്ത് ഫ്രാക്ചർ വരാം. സോ ഇതൊക്കെയാണ് മൈലോമയുടെ പ്രസൻറ്റേഷൻ. ലിംഫോമ വേറെ ചില സെൽസിനകത്ത് വരുന്നത്, ലിംഫ് സെൽസിനകത്ത് വരുന്നതാണ്. സോ അതിനകത്ത് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ബോഡിക്കകത്ത് സ്വെല്ലിങ്സ് വരാം, അങ്ങനെ അല്ലെങ്കിൽ ഈ ബി സിംറ്റംസ്, വെയിറ്റ് ലോസ്, ഫീവർ എന്ന രീതിയിൽ വരാം. പിന്നെയാണ് ലുക്കീമിയാസ് വരുന്നത്. സോ ലുക്കീമിയയുടെ അകത്തും നമുക്ക് സബ് കാറ്റഗറീസ് ഉണ്ട്. അക്യൂട്ട് ലുക്കീമിയ, ക്രോണിക് ലുക്കീമിയ. അക്യൂട്ടാണ് പെട്ടെന്ന് വരുന്ന അസുഖം, പെട്ടെന്ന് വരുന്ന ലുക്കീമിയ. അതിനകത്താണ് പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരുന്നതും ബ്ലീഡിങ് വരുന്നതും ഒക്കെ. ക്രോണിക് ലുക്കീമിയാസൊക്കെ മോസ്റ്റ് ഇൻസ്റ്റൻസസിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വേറെ ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. സോ പേഷ്യൻ്റ് വുഡ് ഹാവ് ഗോൺ ഫോർ സംതിങ് എൽസ്, എന്തെങ്കിലും സിംറ്റമിനായിട്ട് നമ്മൾ പോകുന്ന പോലെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് കാണും. ആ ടെസ്റ്റിനകത്ത് എന്തെങ്കിലും അബ്നോർമലായിട്ട് ഫ്ലാഗ് ചെയ്ത് കാണും. സോ വൈറ്റ് സെല്ല് കൂടി നിൽക്കുന്നുണ്ട്, പോയി ചെക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഈ ക്രോണിക് ലുക്കീമിയാസ് കണ്ടുപിടിക്കുന്നത്. ആൻഡ് അത് അപ്പം ഭയങ്കര ലോങ് ടേം ഹിസ്റ്ററി ആയിരിക്കും അവർക്ക്. എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരാറില്ല. ട്രീറ്റ്മെൻറ്റിന് സർട്ടൻ ഇൻഡിക്കേഷൻ ഉണ്ട്, എന്നാൽ മാത്രമേ നമുക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതിയാവത്തുള്ളൂ. മനസ്സിലായി. ഓക്കെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം റിമൂവ് ചെയ്യാണ് അല്ലേ, അങ്ങനെയല്ലേ ചെയ്യുക? അപ്പോൾ ബ്ലഡിൻ്റെ കേസിൽ ശരിക്കും അത് കുറേയും കൂടി എളുപ്പമാവല്ലേ വേണ്ട? കാരണം ഒരാളുടെ ശരീരത്തിൽ ബ്ലഡ് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ബ്ലഡ് റിലേറ്റഡ് വരുന്ന ക്യാൻസേഴ്സ് മാറ്റാൻ പറ്റില്ലേ? The question can be silly. That is a very very valid question because public
കോൺസെപ്റ്റ് അതൊരു ഡെഫിനറ്റ് ഒരു പോയിൻ്റാണ്. സോ ഇപ്പോൾ ആകാശ് പറഞ്ഞു കേട്ടോ, നമ്മൾ ബ്ലഡ് ഉണ്ടാകുന്നത് മജ്ജയ്ക്കകത്തുനിന്നാണ്. അപ്പം സ്റ്റെം സെൽ അവിടെ നിലനിൽക്കുന്തോറും ആ ബ്ലഡ് ഊരി കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ആകില്ല. ബിക്കോസ് ആ ഒറിജിൻ സ്റ്റിൽ ദർ. ഇപ്പം ഗംഗയുടെ വെള്ളം ഗംഗോത്രി എന്നാണ് ഒഴുകുന്നത്. ഗംഗ എന്ന് വെള്ളം കളഞ്ഞിട്ട് കാര്യമില്ല, ഗംഗോത്രി നമ്മൾ ക്ലിയർ ചെയ്താലേ അവിടുത്തെ വെള്ളം തീരത്തുള്ളൂ. സോ ബ്ലഡ് ഇസ് ജസ്റ്റ് ദി എൻഡ്, ലാസ്റ്റ് വരുന്ന സാധനം. ആ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡെഫിനറ്റീവ്ലി ട്രീറ്റ്മെൻറ്റ് മാരോനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഹീമറ്റോളജിനകത്ത് സർജറിയും റേഡിയേഷനും വലിയ റോൾ ഇല്ലാത്ത. ബിക്കോസ് നമ്മൾ ഒരു ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലോയിങ് എവ്രിവെയർ. അപ്പോൾ നമ്മൾ അതിനെ സിസ്റ്റമിക്കലി ഉള്ളിൽ പോയി ട്രീറ്റ് ചെയ്ത് നശിപ്പിച്ചാലേ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് കീമോതെറപ്പി, ഇമ്മ്യൂണോതെറപ്പി, ട്രാൻസ്പ്ലാന്റ് ഇതെല്ലാം ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സോ റിമൂവൽ ഇസ് നോട്ട് എ സൊല്യൂഷൻ. അത് ഈസി ആയിട്ട് തോന്നാം. അപ്പോൾ പിന്നെ വാട്ട് ഈസ് ദ ട്രീറ്റ്മെൻറ്റ്? അതായത് ഒരാൾക്ക് ബ്ലഡ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്താൽ അതിലെ ട്രീറ്റ്മെൻറ്റ് പിന്നെ എന്താണ്? ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമാണ്? ഇല്ല, അതിനെ ഒറിജിനെ ഡിസ്ട്രോയ് ചെയ്യുക. സോ നമ്മുടെ ഒറിജിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇപ്പം ലക്കിലി ഹീമറ്റോളജി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സ്പെഷ്യാലിറ്റിയാണ്. മോസ്റ്റ് ഓഫ് ദി അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ മെഡിസിൻ ഹാവ് കം ഫ്രോം ഹീമാറ്റ്. ബിക്കോസ് അതിനകത്ത് റീസെർച്ച് ഹാസ് ഗോൺ ഇൻ അനദർ ലെവൽ. ഓക്കെ, അപ്പം ലക്കിലി ഇൻ ഹീമറ്റോളജി വി ഹവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് സ്റ്റെം സെൽസിനെ ടാർഗറ്റ് ചെയ്യാൻ ചില സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ സ്റ്റെം സെൽസ് നമുക്ക് സെലക്റ്റീവ്ലി കളക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ ആ പർട്ടിക്കുലർ ക്യാൻസർ സെല്ലിൻ്റെ ഒറിജിനകത്ത് ചില സിഗ്നൽസിനെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ചില കെമിക്കൽസ് നമ്മൾ ഉണ്ടാക്കി, വിച്ച് വിൽ ഓൺലി ഗോ ആൻഡ് അറ്റാക്ക് ഇറ്റ്. ഇറ്റ് വിൽ നോട്ട് ഡിസ്ട്രോയ് ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. സോ ടാർഗറ്റഡ് ആയിട്ടുള്ള തെറപ്പീസ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ പണ്ട് കാലത്ത് ചെയ്യുന്ന കൂട്ട് തന്നെ കീമോതെറപ്പി കൊടുത്തിട്ട് എല്ലാത്തിനെയും നശിപ്പിക്കും. അതാണ് യൂഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുന്നത് എപ്പോഴാണ്? സോ എല്ലാത്തിനും ഇൻഡിക്കേഷനുണ്ട്, ഈ കാലത്തിൽ എല്ലാത്തിനും ഇൻഡിക്കേഷനുണ്ട്. അപ്പം നോർമലി ഇപ്പം ചില ക്യാൻസേഴ്സ്, ഇപ്പം ഡോക്ടർ ആകാശ് പറഞ്ഞു കേട്ടോ, മൾട്ടിപ്പിൾ മൈലോമ, അത് ആക്ച്വലി ഒരു റെയർ ബ്ലഡ് ക്യാൻസർ അല്ല. സൗത്ത് കേരളയിൽ നമ്മളൊക്കെ താമസിക്കുന്നിടത്തെ ഏറ്റവും കോമണസ്റ്റ് ബ്ലഡ് ക്യാൻസർ ഇസ് മൾട്ടിപ്പിൾ മൈലോമ. ബട്ട് നോബഡി കണക്ട്സ് മൾട്ടിപ്പിൾ മൈലോമ വിത്ത് ഹീമറ്റോളജി ഓർ ബ്ലഡ് ക്യാൻസർ. ഈ മൾട്ടിപ്പിൾ മൈലോമയ്ക്കകത്ത് രോഗം ശരിയാകുമ്പോൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ആ ഒരു കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ. പല ആൾക്കാരുടെയും ചിന്ത എന്തുവാണ്, ട്രാൻസ്പ്ലാന്റ് ഇസ് ഡൺ വെൻ എവറിത്തിങ് ഫെയിൽസ്. ബിക്കോസ് ആ കോൺസെപ്റ്റ് വന്നേക്കുന്നത് ഇറ്റ്സ് ഫ്രോം ദ സർജിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഹിമാറ്റിനകത്ത് എല്ലാം ഡിഫൈൻഡ് ആണ്. അപ്പം ഇത് ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളി നടന്ന ഒരാൾക്കാണ് നമ്മൾ മൾട്ടിപ്പിൾ മൈലോമയ്ക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും മൈലോമ ഉണ്ടെങ്കിൽ ദി ഐഡിയലി ഷുഡ് ഹാവ് ബീൻ ട്രാൻസ്പ്ലാന്റഡ്. അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ആ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട്, ഡിസ്പൈറ്റ് കേരള ഹാവിങ് സച്ച് എ ഹൈ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ് വിത്ത് മൈലോമ, മെനി ഓഫ് ദം ഡോണ്ട് ഡു എ ട്രാൻസ്പ്ലാന്റ് ബിക്കോസ് ദേ തിങ്ക് ദേ ആർ ഡൂയിങ് വെൽ. വി വോണ്ട് ടു മേക്ക് യു ഫീൽ ഈവൻ ബെറ്റർ ദാൻ വെൽ, സോ യു ഷുഡ് ഡു ട്രാൻസ്പ്ലാന്റ്. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ അനീമിയ. At 75% also I am okay. Why should I target 100%? But our job is to make you 100%. അതായത് ഈ മൾട്ടിപ്പിൾ മൈലോമ വന്ന ഒരാൾ എന്തായാലും ചെയ്യേണ്ടതാണ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ആ ട്രാൻസ്പ്ലാന്റ് ഇസ് നോട്ട് വേറൊരാളിൽ നിന്ന് എടുക്കുന്ന ട്രാൻസ്പ്ലാന്റ് അല്ല, അതേ പേഷ്യൻറ്റിൻ്റെ സെൽസ് തന്നെ യൂസ് ചെയ്യും. സോ അതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ട്രാൻസ്പ്ലാന്റ് അല്ല. ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ പ്രോസസ്. ഓക്കെ, അപ്പോൾ അത് യൂഷ്വലി നമ്മുടെ ഇവിടെ ആളുകൾ ചെയ്യാറില്ല എന്നാണോ പറയുന്നത്? കുറവാണ്. ഫോർ ദ നമ്പേഴ്സ് ഓഫ് മൈലോമ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, അതായത് വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഒരാൾക്ക് മൾട്ടിപ്പിൾ മൈലോമ വന്നു, അയാൾ ട്രീറ്റ് ചെയ്തു, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്തിയിട്ടില്ല. ഒരാൾ ട്രീറ്റ് ചെയ്തു, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്തി. എന്താണ് വ്യത്യാസം സംഭവിക്കുക രണ്ടുപേരിലും? സോ ഇതൊരു സോഷ്യൽ മീഡിയ ഇതായതുകൊണ്ട് ഐ ഹാവ് ടു കീപ് ദ കോൺസെപ്റ്റ്സ് വെരി ക്ലിയർ. ഓക്കെ, മൾട്ടിപ്പിൾ മൈലോമ ഒരു ഭയങ്കര അഗ്രസീവ് ഡിസീസ് അല്ല. ഇപ്പം ആൾക്കാർക്ക് ഡയബറ്റീസ് വരും. ഡയബറ്റീസ് എടുത്തു മാറ്റാൻ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഇല്ല. വൈ? അത് എടുത്തു മാറ്റാൻ പറ്റില്ല, നമ്മൾ കൺട്രോൾ ചെയ്ത് പോവല്ലേ. എടുത്തു മാറ്റാൻ പറ്റും, പക്ഷെ ആ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എക്സ്ട്രീംലി കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ പാൻക്രിയാസിനെ എടുത്തു മാറ്റി എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പുതിയ ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ വൈ വിൽ യു ട്രീറ്റ് എ ഡിസീസ് വിച്ച് ഇസ് സോ സിംപ്ലി ട്രീറ്റഡ് വിത്ത് മെഡിസിൻസ്
വൈ ഡു യു വോണ്ട് ടു ടേക്ക് എ റിസ്ക് ഓഫ് ലൈഫ്? ഓ മനസ്സിലായി. സോ ഡയബറ്റീസ് വന്ന ആർക്കും ഒരു പ്രശ്നമില്ല, എവറിബഡി ഈസ് ഹാപ്പി. എല്ലാവരും പ്രൈഡോടെയാണ് പറയുന്നത് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ബിക്കോസ് ദേ ആർ നോട്ട് സ്കെയർഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഈ മൾട്ടിപ്പിൾ മൈലോമ ഒരു ക്യാൻസർ കാറ്റഗറി വരുന്നുണ്ട്. പീപ്പിൾ ഡോണ്ട് വോണ്ട് പീപ്പിൾ ടു നോ ദാറ്റ് ഐ ഹാവ് ക്യാൻസർ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ക്യാൻസർ എടുത്തു മാറിയാലേ ശരിയാകത്തുള്ളൂ. പക്ഷേ ലുക്ക് ലൈക്ക് ഡയബറ്റീസ്, യു ക്യാൻ ലിവ് നോർമലി ഇഫ് യു ഹാവ് ഡ്രഗ്സ് ടു കൺട്രോൾ ഇറ്റ്. മൈലോമ എക്സാക്ട്ലി അങ്ങനത്തെ ഒരു ഡിസീസാണ്. ദർ ആർ ഇനഫ് ഡ്രഗ്സ് ടു കൺട്രോൾ മൈലോമ വിത്തൗട്ട് ഡൂയിങ് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ്. സോ ഈ ചോദ്യം ചോദിച്ചില്ല, ഒരാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഒരാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ല. സോ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഡിസീസ് ഒരു എക്സ് നമ്പർ ഓഫ് ഡേയ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തയാൾക്ക് XX ടൈമിലേ അത് തിരിച്ചു വരത്തുള്ളൂ. സോ യു ആർ ഗെറ്റിംഗ് ദ സെയിം ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഡബിൾ ദ പീരിയഡ്. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാ? സെക്കൻഡ് ടൈം ഡ്രഗ് യൂസ് ചെയ്യേണ്ട ടൈം ഡബിളാവും. ഓക്കെ. ആ സമയത്തേക്ക് പലതും ലോകത്തിൽ മാറാം. നമ്മൾ ഒറിജിനലി ഉപയോഗിച്ചിരുന്ന മരുന്ന് ചിലപ്പം പകുതി ചിലവനായിരിക്കും അന്നേരം കിട്ടും. മനസ്സിലായി. ആൻഡ് ആ സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ടു ബി ഡൺ. നമ്മുടെ മണി അതിനോട്ട് ഫോക്കസ് ചെയ്യാതെ യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ അതർ തിങ്സ്. ദാറ്റ് ഇസ് സോ മച്ച് യു ക്യാൻ ഗെയിൻ ഔട്ട് ഓഫ് ഡബ്ലിങ് യുവർ ടൈം. പക്ഷേ എല്ലാവരുടെയും മനസ്സിലെന്തോ എന്തായാലും തിരിച്ചു വരുവാണെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് അൺഫോർച്ചുനേറ്റ്ലി ഒരു മിസ്കോൺസെപ്ഷനാണ്. ബിക്കോസ് ഇറ്റ്സ് നോട്ട് കോംപ്ലിക്കേറ്റഡ് ട്രീറ്റ്മെൻറ്റ് അറ്റ് ഓൾ ആൻഡ് ഈസിലി അത് ചെയ്യാം. ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഗെറ്റിംഗ് മരുന്ന് എടുക്കുന്നതുകൊണ്ടാണ് ഈ മൈലോമയ്ക്ക് ചെയ്യുന്ന ട്രാൻസ്പ്ലാന്റ്. സോ അത് മൈലോമയ്ക്ക് ഡെഫിനറ്റ്ലി ചെയ്യണം ട്രാൻസ്പ്ലാന്റ്. മറ്റ് ക്യാൻസേഴ്സിനകത്ത് ചില ഇപ്പം പറഞ്ഞു വിട്ട് ലിംഫോമയാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യാറില്ല. ഇൻ കേസ് ചില ആൾക്കാർക്ക് രോഗം തിരിച്ചു വന്നാൽ മാത്രമേ ലിംഫോമയിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുള്ളൂ. ചില ലുക്കീമിയാസ് ഉണ്ട്, AML, അത് അവരുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് ആദ്യമേ ചെയ്യണോ അതോ തിരിച്ചു വരുന്നു. ഇതെല്ലാം ഞാൻ ചിന്തിച്ചിട്ടുണ്ടാക്കേണ്ട ഡിസിഷനല്ല. ഇറ്റ് ഈസ് ഓൾ സയൻസ്. ആ ഒരു തീവ്രത ഉണ്ടെങ്കിൽ ചെയ്യണം, അതില്ലെങ്കിൽ ചെയ്യണ്ട. മനസ്സിലായി. അത് നിങ്ങളുടെ ഇഷ്ടത്തിലും അനിഷ്ടത്തിലും ഇരിക്കുന്നതല്ല. കറക്റ്റ്. അതിനൊരു ഡെഫിനറ്റ് തെളിവുണ്ട്. തെളിവ് ആധാരമുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് ആണ് ഇതെല്ലാം. ഓക്കെ. അപ്പൊ ഈ ബ്ലഡ് ക്യാൻസറിന്റെ ഏത് വേരിയേഷൻ ആണെങ്കിലും അത് ഒരിക്കൽ വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണോ? ഇല്ലല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഏത് ക്യാൻസറും തിരിച്ചു വരാം, നോട്ട് ഓൺലി ബ്ലഡ് ക്യാൻസർ. ലുക്കീമിയ, ലിംഫോമാസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എക്സ്ട്രീംലി ഗുഡാണ്. അതിനകത്ത് നമ്മുടെ ടാർഗറ്റ് ക്യൂറാണ്. സോ വി ആർ ഗിവിങ് ട്രീറ്റ്മെൻറ്റ് വിച്ച് വിൽ ക്യൂർ ദ ഡിസീസ്. അപ്പം അതിനകത്ത് തിരിച്ചു വരാനുള്ള ചാൻസസ് കുറവാണ്. ഇറ്റ് ക്യാൻ കം, പക്ഷേ ഇറ്റ് ഇസ് നോട്ട് കോമൺ. ഓക്കെ. അപ്പോൾ മൈലോമയുടെ കേസിൽ ട്രീറ്റ്മെൻറ്റ് ഇസ് വെരി ബേസിക്, സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്. നമ്മളതിനെ ചാടാതിരുന്നാൽ ഉള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മതി. സോ വെരി സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്. ഈ പേഷ്യൻറ്റിന് മൈലോമയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതെന്ന് പോലും ആർക്കും അറിയാൻ പറ്റില്ല. മറ്റ് ക്യാൻസേഴ്സിലൊക്കെ മുടി കൊഴിച്ചിൽ, മൈലോമ പേഷ്യൻറ്റ് യു വിൽ നോട്ട് നോ. വളരെ സിമ്പിൾ ട്രീറ്റ്മെൻറ്റാണ്. ആൻഡ് ആ ട്രീറ്റ്മെൻറ്റ്സ് മതി. നമ്മൾ എന്തിനാ എടുത്തു മാറ്റാനുള്ള ഹൈ ഡോസും കീമോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വൈ സ്പോയിൽ ദിയർ ലൈഫ് വെൻ ഈസിലി യു ക്യാൻ ട്രീറ്റ്. സോ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റ് ഇസ് കൺട്രോൾ. സോ കൺട്രോൾ ചെയ്യുന്ന ഡിസീസസിനകത്ത് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് റിട്ടേൺ. ക്യൂർ ചെയ്യുന്ന ചാൻസസ് ഡിസീസസിനകത്ത് കുറവാണ്. സോ ക്യൂർ ചെയ്യാനുള്ള ടാർഗറ്റ് ആർക്കാണ് വെക്കുന്നത്? ദറ്റ് റിട്ടേൺ ഇസ് സോ ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്, സോ വി വിൽ ട്രൈ ടു ക്യൂർ അപ്പ് ഫ്രണ്ട്. കൺട്രോളിനകത്ത് there is enough medicines to keep controlling it and it's not immediately threatening your life.